ഇത് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഇടിച്ചമുളക്, ഇതെല്ലാം കൂടെ ചതച്ചതാണ്. ഇടിച്ചമുളക് ചതച്ചിട്ടില്ല, ഓൾറെഡി അത് ക്രഷ്ടാണല്ലോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടി ഒരല്പം ഇട്ടാവും, നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിൽ മുരിങ്ങയുടെ പൂവും, ഞാൻ മുരിങ്ങ കുറച്ചിങ്ങനെ കിളുന്തായിട്ടുള്ള മുരിങ്ങ ഞാൻ പറിച്ചപ്പോഴേ, നമുക്ക് ഇവിടെ മരമുണ്ട്, അപ്പോൾ അതിന് പറിച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാനിതങ്ങനെ നല്ല ഇതായിട്ടുള്ള നല്ല സ്വാദാണ് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിൽ ബെസ്റ്റ് കോമ്പിനേഷൻ ഞാൻ കുറച്ച് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇത് നന്നായി വേവട്ടെ. മുരിങ്ങ കുറച്ച് വേവാൻ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഈ മുളകും ഉള്ളിയും അതിൻ്റെ നീരും ഒക്കെ ഇങ്ങനെ ഈ മുരിങ്ങക്കായിലേക്ക് പിടിച്ചോളും. ഇത് വേവിച്ചിട്ട് കാച്ചണതുണ്ട്, എന്നാലും എനിക്കിങ്ങനെ എരിവൊക്കെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഇഷ്ടം കേട്ടോ. അത് ഇതൊന്ന് ഇങ്ങനെ ഉപ്പിട്ടിട്ടൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. കുറച്ചേരം നാളികേരം ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നാളികേരം ഒന്ന് വേവണം കേട്ടോ അതിൽ. നല്ല ചുമയുണ്ട്. ഇതാണ് കേട്ടോ മുരിങ്ങക്കായ ഉപ്പേരി. ഇങ്ങനെ കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം. ഉണ്ടാക്കിയിട്ട് നല്ല രുചിയാണ്. ഞാനത് എങ്ങനെ കഴിക്കുക എന്നുള്ളതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞു നേരത്തെ എന്ത് കോമ്പിനേഷനിലാണ് ഞാൻ അത് കഴിക്കാൻ പോകണമെന്നുള്ളത് കാണിച്ചത്. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. കഞ്ഞി ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പേരി ഇങ്ങനെ എടുത്തിട്ട് ഇത് നല്ല കിളുന്തായ കാരണം ചിലത് വെക്കാൻ പറ്റും, പക്ഷെ എല്ലാം വെക്കാൻ പറ്റില്ല. ചിലപ്പോൾ തുപ്പികളാണ് വരും. ചെറിയ വേസ്റ്റ് പാത്രം വെച്ചിട്ടും അതിൽ കുറേശ്ശെ തുപ്പ. ഇത്രയും ന്യൂട്രീഷ്യസ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് വേറെ ഇല്ല. വേദനകളും എല്ലാം കുറയും. വീട്ടിലുള്ളപ്പോൾ നമുക്ക് സുഖമായിട്ട് ധാരാളമായിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ കടയിൽ നിന്ന് കിട്ടണമെങ്കിൽ മേടിച്ച് നോക്കാം. പെട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ നമുക്ക് പണിയൊരു വേസ്റ്റ് പൈപ്പ് വെച്ചോളൂ. ഓക്കെ, കഞ്ഞിയും മുരിങ്ങക്കായ ഉപ്പേരി എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.